വിശ്വാസികളാണോ നിങ്ങൾ? കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളാണോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹുവിനെ കുടിയിരുത്തിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മബന്ധം ഉണ്ടോ? അങ്ങനത്തെ ഒരു പേരിൽ മാത്രം നാമമാത്രം മുസ്ലിമീങ്ങളല്ലാത്ത കറകളഞ്ഞ വിശ്വാസികളാണോ? അല്ലാഹു സ്വമേധയാ ഏറ്റെടുത്ത ബാധ്യതയാണ് പ്രയാസപ്പെടുന്ന വിശ്വാസികളെ സംരക്ഷിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്നത് അല്ലാഹു നമുക്ക് നൽകുന്ന വാക്കാണ്. അതുകൊണ്ട് റബ്ബുമായിട്ട് നല്ല കണക്ഷൻ നമുക്ക് ഉണ്ടാകണം. ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, അത് നമ്മുടെ ആദർശമാണ്. അല്ലാഹ് കൂട്ടിരിക്കുമെന്നാണ്. രാവിലെയും വൈകുന്നേരവും 7 തവണ മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും വരുന്ന വാചകം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എന്താ? എന്റെ റബ്ബ് അവനാരാ? എല്ലാറ്റിനേക്കാൾ ഉന്നതമായ അർശിന്റെ റബ്ബാണ്. അർശിനെ സൃഷ്ടിച്ച് അർശിനെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന റബ്ബിനുണ്ടോ എന്റെ ഇത്തിരി പോകുന്നൊരു കാര്യം എന്ന ഒരു ആദർശമാണ്. ആ റബ്ബാണ് എന്റെ ഉടമ, ആ റബ്ബിലാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 തവണ പറഞ്ഞു വെക്കുമ്പോൾ അതുകൊണ്ട് ആ മനുഷ്യർക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് സംസാരിച്ചു. മൻ ഖാലഹാ ഹീന യുസ്ബിഹു വഹീന യുംസി 7 മർറാത്ത്, ആരെങ്കിലും രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലിയാൽ കഫാഹു അല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയാകട്ടെ നാളെ വരാൻ പോകുന്ന പരലോകത്തെ കുറിച്ച് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ബേജാറുണ്ട്, ഒരു പേടിയും കാര്യങ്ങളുണ്ട്, അതൊക്കെ പടച്ചു മാറ്റി തരുന്നതാണ്. എല്ലാം റബ്ബ് മാറ്റി തരുന്നതാണ്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിനെ കൂട്ടുപിടിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു ജാറത്ത് പോയാലും, ഒരു മക്ബറയിൽ പോയാലും, ഒരു ഏലസ് ബന്ധിച്ചാലും, ഒരു അല്ലാഹു അല്ലാത്തൊരിടത്തേക്ക് പോയാലും സഹോദര, ഈ മനസ്സ് നമുക്ക് നേടാൻ കഴിയില്ല. എല്ലാറ്റിനും കഴിവുള്ള റബ്ബിനെ മനസ്സിൽ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ ഒരു കാര്യം ചിന്തയാണ്. എന്താ ചിന്ത? നമ്മൾ പെടുന്ന സമയത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടാകുമെന്ന് പറയാൻ മാത്രമുള്ള ഈവ നമുക്കുണ്ടോ? ഉണ്ടോ? ഇന്നെന്റെ റബ്ബ് കൈയൊഴിക്കൂല, ഇന്നെന്റെ റബ്ബ് കാത്തോളും എന്ന് പറയാൻ നമുക്ക് ശരിക്കും കഴിയും? അതിനുള്ള യോഗ്യത എനിക്കുങ്ങൾക്കുണ്ടോ? നമ്മൾ നല്ലോണം ആലോചിക്കണേ അല്ലേ സഹോദരങ്ങളെ? പുറത്തൊക്കെ നമുക്ക് ഓരോ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. എപ്പോഴത് പറയാൻ പറ്റുന്നത്? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നറിയോ? റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം അല്ലാഹ് പറഞ്ഞിരിക്കണല്ലോ, ഈ അല്ലാഹനെ സൂക്ഷിക്കാണ്ട് ജീവിച്ചോ എങ്കിൽ അല്ലാഹ് നിന്നെ കാത്തോളുന്നു. ഉണ്ടോ നമ്മുടെ മനസ്സിലത്? സഹോദര, ഏറ്റവും വലിയ മാനദണ്ഡം എന്താ? രഹസ്യ ജീവിതമാണ്. രഹസ്യ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? രഹസ്യ ജീവിതത്തെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ പരസ്യ രഹസ്യ ഭേദമന്യേ എന്റെ റബ്ബിന്റെ നിരീക്ഷണ വലയത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. റബ്ബിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്കുകളായ തൗഹീദ് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നവനാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ കണിശതയുള്ള ആളാണ്. അല്ലാഹ് പറഞ്ഞ ഹറാമുകളിൽ നിന്നും വിട്ടൊഴിയുന്നവനാണ്. അല്ലാഹ് പറഞ്ഞ സ്വഭാവം പരമാവധി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്. റബ്ബി ഇഷ്ടപ്പെട്ട ജീവിതം പരമാവധി സ്വജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ് ഞാൻ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അന്ന് നമുക്ക് പറയാൻ പറ്റും, ഇന്ന മഇ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു പോംവഴി ചെയ്തു തരാതിരിക്കില്ല എന്ന് പറയാനുള്ള അവസ്ഥ നമുക്ക് നേടാൻ പറ്റണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം. സഹോദരങ്ങൾ, അതുകൊണ്ട് രഹസ്യ ജീവിതം, റബ്ബുമായിട്ടുള്ള ബന്ധം കൂട്ടിയിണക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് രണ്ടാമതായി കൊണ്ട് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും സുഹൃത്തുക്കളെ, ഇസ്ലാമിനെതിരെ തിരിയുന്നവരെ അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ നശിപ്പിക്കും. അത് നമുക്ക് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്ന പാടാണ്. എന്തെല്ലാം കളിച്ചു, എന്തെല്ലാം കരിക്കൾ നീക്കി. ബനു ഇസ്രായേലിൽ നിന്ന് ഒരു കുട്ടി, ഇനി ഒരു ആൺതരി ഉണ്ടാകരുത്, ഉണ്ടായാൽ എന്റെ നാശത്തിന് അത് ഹേതുവാകുമെന്ന് കരുതി പിറന്നു വീഴുന്ന ഓരോ ആൺകുഞ്ഞിനെയും പ്രസവിച്ച അന്ന് തന്നെ നിഷ്ഠൂരം കൊലപ്പെടുത്തുവാൻ വേണ്ടി സൈന്യത്തെ വിന്യസിപ്പിച്ച ഫിർഔൻ എത്ര പിഞ്ചു മക്കളെയാണ് ആ ഉമ്മയുടെ മുൻപിൽ വെച്ച് അദ്ദേഹം കൊന്നു നീക്കിയത്. എന്തിന്? ഇസ്ലാമിനെതിരെയുള്ള ശത്രുതയായിരുന്നു. അവസാനം എന്താണ്ടായി? അള്ളാന്റെ പ്ലാൻ എന്താ? ആ ഫിർഔന്റെ ചെല്ലും ചെലവിലും
ഭാവിയിൽ അവന്റെ കഥ കഴിക്കാൻ പോകുന്നവനെ റബ്ബങ്ങട് വളർച്ച. എന്തൊരു അത്ഭുതകരമാണ് സുഹൃത്തുക്കളെ. ആരെ ഭയപ്പെട്ടിട്ടാണോ ഈ കണ്ട പേക്കൂച്ചുകളൊക്കെ അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ ചെലവിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ആൺകുട്ടിയെ റബ്ബങ്ങട് വളർത്തി. അദ്ദേഹത്തിലൂടെയാണ് ആ ഫിർഔന്റെ അവസാനം റഹ്മാനായ റബ്ബ് വെച്ചതെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദർശത്തെ സ്വീകരിച്ച, അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാലും അവരൊക്കെയും ഫിർഔനിന്റെ പിൻഗാമികളാണ്. അവർക്ക് ഫിർഔനിന് വെച്ച എന്ത് സമ്മാനമാണോ അത് തന്നെയാണ് അവർക്കും വരാൻ പോകുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം. ഇന്നല്ലെങ്കിൽ നാളെ അത് പുലരും സുഹൃത്തുക്കളെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലെ പിഞ്ചു പൈതങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉമ്മമാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ? കഥകളാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം നമുക്കുണ്ട് എന്ന് തന്നെയാണ്. ഒരിക്കലും എന്താ റബ്ബ് ഇത് കാണുന്നില്ലേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഏഴലത്ത് വരാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം ചെയ്തതിനെ കുറിച്ചോ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ റബ്ബ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഉള്ളിൽ വിശ്വാസം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ തിരിഞ്ഞ ലോകം കണ്ട എല്ലാ പോക്കിരികളെയും നിലം പരിശാക്കിയിട്ട് റഹ്മാനായ റബ്ബ് ഭൂമി ലോകത്ത് അവർ അനുഭവിച്ചിട്ട് റബ്ബ് തിരിച്ചയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, ഇത് ദുനിയാവാണ്. അതേപോലെ തന്നെ സഹോദരങ്ങൾ, മറ്റൊന്നെന്നറിയോ, ജൂതന്മാരുടെ എതിരാകണമെന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന വല്ലാത്തൊരു പാഠം. ഖാലിഫുൽ യഹൂദ, ജൂതന്മാരുടെ എതിരാകണം. കാരണം എന്താ? ഈ സംഭവം നടന്നത് ആശുറായിലാണ്. അതിനാണ് മൂസാ നബി നോമ്പ് നോറ്റത്. പിന്നെ എന്തിനാ നമ്മള് ഒന്നുകിൽ 9 നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത്? ഇനി 9 നോക്കാൻ കഴിയാത്ത ആള് 11 നോമ്പ് നോക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അതിൽ ഈ സംഭവമാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. ഏതാ? മുഖാലഫത്തുൽ യഹൂദ് വൻ നസ്വാറ, ജൂത നസ്രാണികൾക്കെതിരെ നിലയുറപ്പിക്കേണ്ടവരാണ് നമ്മൾ. അവരുടെ ആദർശത്തെ സ്വീകരിക്കാനും പാടില്ല, അല്ല അവരോട് സദൃശ്യപ്പെടാൻ പോലും പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ, അതിനാണ് ആരാധനകളിൽ പോലും ഈ ജാതി ക്രമീകരണങ്ങൾ ഇസ്ലാം വരുത്തിയതെങ്കിൽ, സഹോദരങ്ങളെ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ജൂത സമ്പ്രദായങ്ങൾ നമ്മൾ പേറുന്നുണ്ടോ എന്നൊന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. ചെറിയ ഒരു ഉദാഹരണം പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണുങ്ങളുടെ മുടിവെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഹ്. എന്താ ഖസഅ എന്ന് പറയുന്ന മുടിവെട്ടിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. അതെന്താ? ഖസഅ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം എടുത്ത് മറുഭാഗം വിടുന്ന രൂപം, അല്ലേ? ഇതൊരു ട്രെൻഡാണ്. എവിടുന്നുണ്ടായ ട്രെൻഡാ? അവന്റെ മനസ്സിൽ കുടിയിരിക്കപ്പെട്ട ഏതോ താരരാജാവ് ഒരു പക്ഷെ അങ്ങനെ മുടി വെട്ടിയപ്പോൾ അങ്ങനെ വെട്ടിയവരായിരിക്കും. പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ നമ്മൾ പോലും അറിയാതെ ദൈനംദിന ജീവിതത്തിൽ പോലും ആ ജൂതായിസവും നസ്രാനിസവും ഒക്കെ കടന്നു വരുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊരു പാഠം എന്താണെന്നറിയോ? മരിക്കുന്ന സമയത്ത് മൻകാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന എന്നറിയാത്തൊരു കുട്ടി വിടല്ല. എന്താ? ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. നിങ്ങൾ കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനിസിൽ 90-99 പറഞ്ഞെന്താണെന്നറിയോ? ഫിർഔനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാ മരിച്ചിട്ടുള്ളത്. ഫിർഔനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. قال آمنت أنه لا إله الذي لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഫിർഔന്റെ ഷഹാദത്താണ്. ബനൂ ഇസ്രായേല്യർ ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചത് അവനില്ലതാ ഞാനും വിശ്വസിക്കുന്നു, ഞാനും മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ്. എപ്പോ മരിക്കാൻ തൊട്ട് മുമ്പേ. അവസാനത്തെ വാക്കിൽ ആയില്ലേ? സ്വർഗം കിട്ടുമോ? ഇല്ല. അപ്പൊ അതൊരു പാടുണ്ട്. എന്താ? കേവല വാചകമല്ല അല്ലാഹ് പരിഗണിക്കുക. കേവല വാചകമല്ല അല്ലാഹ് പരിഗണിക്കുക. ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിനോട് മലക്കുൽ മൗത്തും സംഘം വരുന്നതിന് മുൻപ് കൂറുണ്ടാകണം.
ആ പറയുന്ന വാചകത്തോട് നീതി പുലർത്തിയ ജീവിതം മരിക്കുന്നതിന് മുൻപ് കാഴ്ചവെച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരാൾക്കാണ് ഈ സ്വർഗം കിട്ടുക എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനെങ്ങനെ പറയണമെന്നറിയോ? ചില ആളുകൾ പലതും ചെയ്യും, പല വിദഗ്ധകളും ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. എല്ലാവരും തെളിവ് കുടിക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്നാലിന്ന ഷെയ്ഖ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാ, അദ്ദേഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതാ മരിച്ചത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങൾ ചെവികൊണ്ട് കേട്ടതാ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതാണല്ലോ തെളിവ്. ഈ കണ്ട ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഇതാണല്ലോ തെളിവ്. ഇത് തെളിവല്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പൊ വായിച്ച ആയത്ത്. ഫിറഔന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ആളുകൾ പറയുന്നല്ലോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അവിടെ ഒരു ചെറിയ എഡിറ്റിംഗ് ഉണ്ടെന്ന് അദ്ദേഹം പറയാ. ശരി, എങ്ങനെയാണെന്ന് അറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില നിബന്ധനകൾ, ചില ശുറൂത്തുകളുണ്ട്. അത് പൂർത്തിയാക്കിയ നിലക്ക് ചൊല്ലിയാലാണ് അത് കിട്ടുക എന്നാണ്. സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ആ കാര്യം? ഒന്ന് വേഗത്തിൽ ഓടിച്ചു പറയും. ഒന്ന് അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്താ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല എന്നാണ്. ഒരു ടീമും ഇല്ല എന്ന് പറയുമ്പോ എല്ലാറ്റിടത്തും വിളിച്ചറിയാണ്. എന്നിട്ട് ഉള്ളിലാണ് നോക്കുന്നത് അല്ലാഹ് അല്ലാതെയാണ്. മനസ്സിലായില്ലേ? ആ ഒരു അറിവുണ്ടാകണം എന്നാണ്. രണ്ടോ, യഖീൻ ഉണ്ടാകണം. ആദ്യം പ്രഖ്യാപിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പ്രതിസന്ധി വന്നപ്പോ എന്നാലും ഇനി വേറെ ഉള്ളവരോട് ചോദിച്ചാലോ, മറ്റവരൊക്കെ പോയി കണ്ട് അവിടെ പോയി ചോദിച്ചപ്പോ കിട്ടിയിക്കണല്ലോ, അല്ലെ, ഇന്ന ജാറത്ത് പോയ പോലെ രോഗം മാറിയിക്കണല്ലോ, നിങ്ങൾ പോയി നോക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയല്ല. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ ആദർശത്തെ അളക്കാൻ വേണ്ടിയിട്ട് പടച്ചതിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത് നിർത്തി. മൂന്ന്, അൽ ഖബൂലാണ്. എന്താ ഖബൂൽ? ഈ ഒരു ആദർശത്തെ ഒരു മതമായി കൊണ്ട് സ്വീകരിക്കുക എന്നാണ്. നാവ് കൊണ്ടത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. മതമൂല്യങ്ങളെ ഒരിക്കലും അഹങ്കരിച്ച് മാറി നിൽക്കാതിരിക്കുക എന്നതാണ്. പരിപൂർണാർത്ഥത്തിൽ അതിന് ഉൾക്കൊള്ളുക. അൽ ഇൻഖിയാദ് നാലാമത്തെ ഷർത്താണ്. എന്താ? വിധേയമാവുക എന്നതാണ്. അള്ളാഹുവിന്റെ വിധികളോടും വിലക്കുകളോടും സമരസപ്പെടുക, അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക എന്നതാണ് നാലാമത്തെ ഷർത്ത്. അഞ്ചെന്താണെന്നറിയോ? അസ്സിദ്ഖ്. ഈ പറഞ്ഞതും ഈ പ്രഖ്യാപിച്ചതും ഈ സ്വീകരിച്ചതും നാട്ടുകാരെ ബോധിപ്പിക്കാനാകരുത്. സത്യസന്ധമായിരിക്കണം. ഉള്ളിൽ ഒരു നിഫാഖില്ലാതെ കപടതയില്ലാതെ സ്വീകരിക്കാൻ കഴിയണമെന്ന. ആറെന്താണെന്നറിയോ? അൽ ഇഖ്ലാസ്. അഥവാ ഈ ചെയ്യുന്നതൊക്കെയും അള്ളാഹുവിന് വേണ്ടി മാത്രം, അവൻ ഒരുക്കി വെച്ച സ്വർഗം നേടാൻ മാത്രം, അവൻ ഒരുക്കി വെച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന രൂപത്തിൽ ജീവിക്കാൻ. 7, അൽ മഹബ്ബ. അഥവാ ഈ ആദർശത്തെ ഇഷ്ടപ്പെടണം. ഗതികേടുകൊണ്ട് കൊണ്ടുനടക്കുന്നതല്ല, ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കണം. അള്ളാഹിനെ വിളിക്കണ സമയത്തിനുള്ളിൽ ഇഷ്ടം ഉണ്ടാകണം. ആ തൗഹീദിനോട് ഇഷ്ടം ഉണ്ടാകണം, ദീനിനോട് ഇഷ്ടം ഉണ്ടാകണം, ദീന് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടണം, ആ മതമൂല്യങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ഉള്ളിൽ ദീന് കടന്ന് കളിച്ച് ആ ദീനിനു വേണ്ടി ജീവിച്ച് ദീനിനു വേണ്ടി ത്യജിച്ച് അങ്ങനെ മരണക്കടലിൽ കടക്കുന്ന സമയത്ത് അവൻ പറയുന്ന വാക്കിനാണ് സഹോദര അള്ളട്ട വില സ്വർഗം കിട്ടുന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തൗഫീഖ് മരണവക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണ്ണം പ്രഖ്യാപിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തേ, നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല എന്ന് പറയുന്ന രോഗവ്യാപനം നടക്കുന്ന ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ വാർത്തകളിലും മറ്റുമൊക്കെ ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആശങ്കയല്ല വേണ്ടത്, ജാഗ്രതയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് അവരുടെ മുഖമുദ്രയാണ്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നല്ല രൂപത്തിൽ വൃത്തിയും വെടുപ്പോടു കൂടെ ജീവിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സുനനുൽ ഫിത്ര, അല്ലെ, 10 കാര്യങ്ങൾ. നഖം മുറിക്കുക, അതേപോലെ തന്നെ കുളിക്കുക, നനയ്ക്കുക, പിന്നെ എന്താ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ രോമങ്ങളൊക്കെ ഒരു കൃത്യമായ സമയങ്ങളിൽ അതൊക്കെ ഒഴിവാക്കുക എന്ന് തുടങ്ങി ആ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരമാകട്ടെ, നമ്മൾ ജീവിക്കുന്ന ഇടമാകട്ടെ, പിന്നെ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടങ്ങളൊക്കെ ഒരു വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ദീനാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിനൊക്കെ പറയുമ്പോൾ ആരോഗ്യരംഗത്തെ വിചക്ഷണന്മാരൊക്കെ ആദ്യം നമുക്ക് നിർദ്ദേശിക്കുന്ന പോയിന്റ് എന്താ? വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. ഇത് ദീനാണ്. ഇത് വിശ്വാസിയുടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവന് ഡെയിലി ലൈഫിൽ ഡെയിലി റൊട്ടീനിലുള്ള സാധനമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. വിശ്വാസം അല്ലാത്ത ഒരാൾ കുളിച്ച ഒരു കൂലിയില്ല, നമ്മൾ വിളിച്ച കൂലിയുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാകണം.
ലോകത്തൊരാൾ പല്ലേച്ചന് കൂലില്ല, വിശ്വാസി പല്ലേക്കുമ്പോൾ കൂലിയുണ്ട്. കുളിച്ചാൽ നനച്ചാൽ വൃത്തിയുള്ള ഡ്രസ് ഇട്ട് നടന്നാൽ അവനെടുക്കുന്ന ഇടങ്ങളിലൊക്കെ വൃത്തി കാര്യങ്ങൾ പാലിക്കുമ്പോൾ കൂലിയുണ്ടെന്ന്. കാരണം അത് ഇബാദത്താണ്. അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക, നമ്മുടെ വീടും പരിസരമൊക്കെ നന്നായി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരയും ഒക്കെ വൃത്തിയാക്കിയിട്ട് ഈ മാലിന്യം എടുത്ത് വേറൊരു പെരയ്ക്ക് ഇടുക എന്നുള്ളതല്ല. അതുകൂടി നമ്മൾ പാലിക്കണം. നമുക്ക് നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, നമ്മൾ കാരണം വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഒരു മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ സമൂഹത്തിന് തലവേദനയാകാൻ പാടില്ല. പല ആളുകൾ അങ്ങനെ ചെയ്യാം, അവരുടെ വീടൊക്കെ ഉഷാറാക്കും, എല്ലാ മാലിന്യം ഒക്കെ അടിപൊളിയാക്കുന്നിടത്ത് പുറത്തു കൊണ്ടിടും. അപ്പൊ അത് പ്രശ്നമല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലം മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ധർമ്മം ശരിയാവണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈകൾ ശരിക്കും കഴുകണം എന്ന് പറഞ്ഞതൊക്കെ വൃത്തിയുടെ ഭാഗമാണ്. ഇസ്ലാം നേരത്തെ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെയാണ് പെട്ടെന്ന് ബാധിക്കുക. നമ്മൾ കുറെ റിപ്പോർട്ടുകളൊക്കെ നിരവധി വായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആ ഒരു ശുചിത്വ ബോധം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക, ശീലിപ്പിക്കുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലതൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ കേവലം ഭൗതികപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രം കൊണ്ടെടുക്കേണ്ട മനുഷ്യന്മാരാണോ? അല്ല, നമ്മളെപ്പോഴും പ്രാർത്ഥന കൂടെ കൈമുതലാക്കിയ ആളുകളാണ്. വിശ്വാസിയുടെ ജീവിതത്തിന്റെ അത്ഭുതം ആലോചിക്കും സുഹൃത്തുക്കളെ. അവനോട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ അവൻക്ക് നൽകുന്ന സംരക്ഷണം എത്രയാണ്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്. ചെറിയ 2 വരിയേ ഉള്ളൂ. അള്ളാനെ മുൻനിർത്തിയിട്ട് പറയാണ്, അള്ളാന്റെ നാമത്തോടൊപ്പം ആകാശഭൂമികളിലുള്ള ഒരു വസ്തുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിനുള്ളിലോട്ട് വേണം, എന്നിട്ട് ചൊല്ലാൻ നമുക്ക് പറ്റണം. ഇത് ചൊല്ലുന്ന ഒരാളെ ഒന്നും ബാധിക്കുകയില്ല എന്നാണ്. ഇതൊരു സംരക്ഷണമാണ്. സൂറത്തുൽ ഫലക് എന്തിനാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. കഴിഞ്ഞു. ഒറ്റ വാചകത്തിൽ ആ സൂറത്ത് അവസാനിപ്പിച്ചാൽ തന്നെ കഴിഞ്ഞു. അല്ലാഹ് സൃഷ്ടിച്ച എല്ലാ വസ്തുവിന്റെയും സകലമാന കെടുതിയിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നോന്ന്. റബ്ബ് സൃഷ്ടിച്ചു തന്നെയാണ് സുഹൃത്തുക്കൾ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ. അല്ലാഹ് സൃഷ്ടിച്ചല്ലാത്ത എന്തിലൂടെ ഉണ്ടോ? ഈ വൈറസ് ആകട്ടെ, ഈ രോഗം, ഇതൊക്കെ അള്ളാന്റെ ഒരു പരീക്ഷണമായിട്ട് വരുന്ന സാധനല്ലേ? അള്ളാഹ് ഉണ്ടാക്കിയതിൽ നിന്നും അതിന്റെ ഷെറിൽ നിന്നും വിശ്വാസി അള്ളാഹിനോട് കാവലിനെ ചോദിക്കുകയാണെന്ന്. ഇതിനേക്കാൾ വലിയ സേഫ്റ്റി മെക്കാനിസം ഈ ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് എന്താണെന്നറിയോ? ഇതൊക്കെ ശരിക്കും മനസ്സ് തട്ടി ചൊല്ലാൻ പറ്റണം. എന്തെങ്കിലും പോയി കുടുങ്ങിയിട്ട് പിന്നെ നിലവിളിച്ചിട്ടല്ല കാര്യം. സാധനം പറയാറുണ്ട്, രോഗം വരുന്നതിന് മുൻപ്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നത് നല്ലത് അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. തടയുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കൊക്കെ എന്തുണ്ടാവുള്ളൂ? നിങ്ങൾ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കലുണ്ടാവുള്ളൂ. നമ്മൾ അതും ചെയ്യണം. അതോടൊപ്പം ഈ പറയപ്പെട്ട റബ്ബ് നമ്മളോട് നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ അത് നല്ല വെടുപ്പിനും വൃത്തിക്കും ഒക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി കൊണ്ടുനടക്കണം. അധികാര സ്വഭാവം അസമൊക്കെ എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നല്ല നിലക്ക് കൊണ്ടുനടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള